ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഫാമിലി. അപ്പം നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോണത് എന്ന് ഞായറാഴ്ചയായിട്ട് എന്താ പറയുക ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു എന്താ പറയുക അടിപൊളി ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ്. ഈ അലോവേര നമ്മുടെ ഫേസിന് നല്ലതാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫേസ് പാക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ക്രീം കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ഒരു ഫേസ് മാസ്ക് ഇടാമെന്ന് കരുതി. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. എന്തായാലും നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് സ്വത്ത് കേട്ടോ അതെല്ലാം ചെയ്യണത്. അവൾ എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്തത്. കുറേ ദിവസമായി നമുക്കൊരു അലോവേര ജെല്ലിൻ്റെ എന്താ പറയുക ഒരു തണ്ട് കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏതായാലും സൺഡേയിൽ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വത്ത് പറഞ്ഞു എന്തൊക്കെ റെസിപ്പിയാണ് അതിൽ ചേർത്തെന്ന് പറഞ്ഞോളൂ. അലോവേര ചേർത്തു, കഞ്ഞിവെള്ളം, പിന്നെന്താ അരിപ്പൊടി. അപ്പോൾ നമ്മളിതിന് എത്രയ്ക്ക് അളവ് എന്നൊന്നും നമ്മൾ അങ്ങനെ അളവ് നോക്കിയിട്ടല്ല കേട്ടോ ചേർത്തത്. അപ്പം നമ്മൾ ചേർത്തത് കുറച്ച് ഒരു തണ്ട് അല്ലേ, ഒരു തണ്ട് അലോവേര, പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൻ്റെ മുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, കുറേ ഭയങ്കര ഒരു ഡള്ളായിട്ട് ഇരിക്കണ പോലെ അല്ലേ. ഞാൻ അങ്ങനെ ഇതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്കത് തേച്ചിട്ട് എത്രത്തോളം മാറ്റമുണ്ട് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് അത് തേച്ച് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാനത് തേച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, എന്ത് തേക്കുമ്പോഴും അങ്ങനെ. അപ്പോൾ അത് തേച്ചപ്പോൾ അങ്ങനെ തേച്ച് പോയി. പിന്നെ അത് തേച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാജ് കൊടുത്തു. പിന്നെ കുറച്ചും കൂടി കൂടുതലായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ടൊരു 10 മിനിറ്റ് ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്ക് കുട്ടി കരഞ്ഞിട്ട് ഞാൻ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ പോയിട്ടോ. അപ്പോൾ അരമണിക്കൂറായിപ്പോയി. അപ്പോൾ അത് വല്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം കഴുകാൻ തുടങ്ങിയപ്പോൾ സ്വത്ത് പറഞ്ഞു കേട്ടോ അത് കഴുകണ്ട, തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണി വെച്ചിങ്ങനെ തുടച്ചപ്പോൾ നന്നായിട്ട് വേദനിച്ചു കേട്ടോ മുഖമൊക്കെ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം കൊടുന്നിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെച്ചു, മുഖം കുതിരട്ടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുതിർന്നതിന് ശേഷമാണ് ഞാൻ കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തത് കേട്ടോ. അത് തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു 10 മിനിറ്റൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് അരമണിക്കൂറൊക്കെ ആയ കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുണ്ടാവും അല്ലേ. എനിക്ക് നല്ല മാറ്റം തോന്നി കേട്ടോ, തേച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മാറ്റം തോന്നി. അതങ്ങോട്ട് തുടർച്ചയായിട്ട് അങ്ങോട്ട് ചെയ്താലോ എന്നൊരാലോചന, അതെ എന്നൊരാലോചനയും കൂടി ഉണ്ട്. പക്ഷേ കറ്റാർവാഴ ഇട്ടല്ല. അപ്പോൾ അങ്ങനെ നല്ല മാറ്റമുണ്ട്. അതെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മുഖം, നല്ല സ്മൂത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടായിരുന്നു. എൻ്റെ മൂക്കത്ത് മുറിയുണ്ട് കേട്ടോ, ഒരു മുറി ഉണ്ടായിരുന്നു. അങ്ങോട്ട് തുടച്ച് ഞാൻ അങ്ങോട്ട് അമർത്തിയിട്ട് എൻ്റെ ജീവൻ നെറുകി കയറി. ഞാൻ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തു. നമ്മൾ എന്ത് തേക്കുമ്പോഴും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ, മുഖത്ത് തേക്കുമ്പോൾ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി വീണ്ടും ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ കോട്ടൺ തുണിയൊക്കെ നന്നായി മുക്കി പിഴിഞ്ഞ് തുടച്ചെടുത്തു, ഒരു പരുവത്തിലായി. എല്ലാവരും അപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇത് അരമണിക്കൂർ വെച്ച കാരണം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു മുഖത്ത് ഒട്ടി പിടിച്ചിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യത്യാസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. സൂപ്പറായിക്ക്, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മാസ്ക്. സൂപ്പർ 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 അടിപൊളി. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഏതോ ഫിൽറ്റർ മാറ്റിയിട്ടൊക്കെയാണ് ചെയ്യണത് എന്ന് രണ്ടാമത്. പക്ഷെ ഇതിലൊരു ഫിൽറ്ററും ഇല്ല കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ തന്നെയാണ്, സാധാ ക്യാമറയിലാണ്. അതെ സാധാ ക്യാമറയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ചിലവർ പറയും ഏത് ഫിൽറ്റർ ഇട്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. ഞാൻ അത് അത്രയും തുടച്ച് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ യാതൊന്നും യൂസ് ചെയ്തിട്ടല്ല, വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ മുഖം തുടച്ച് വൃത്തിയാക്കുന്നത് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും കണ്ടോ കഴുത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നിയിട്ടോക്കി. എന്തായാലും സൂപ്പർ. സ്വത്ത് പിടിച്ച് നോക്കുക കേട്ടോ. എന്തായാലും നന്നായി, അടിപൊളി അടിപൊളി സൂപ്പർ. പക്ഷെ മുഖക്കുരുവിന് എന്ത് ചെയ്യണമെന്ന് മാത്രമേ അറിയില്ല കേട്ടോ. 2 സൈഡിലും മുഖക്കുരു മാത്രം പോയില്ല, ബാക്കിയുള്ളതൊക്കെ പോയി. അതെ സൂപ്പർ.